മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒക്ടോബർ 4-ന് നടത്തുന്ന പരാതി പരിഹാര അദാലത്തിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 20 വരെ നൽകാം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ പരാതികളിൽ ഏതെങ്കിലും കാരണത്താൽ തീരുമാനം വൈകുന്നത് ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അദാലത്തിൽ പരിഗണിക്കുന്നതിനുള്ള പരാതികൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ സ്വന്തം നിലയ്ക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നേരിട്ടും സമർപ്പിക്കാം. സ്വന്തം നിലയ്ക്ക് പരാതി സമർപ്പിക്കുന്നവർ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ മെനുവിലെ ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എലത്തൂർ മണ്ഡലം അദാലത്ത് ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നേരിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ചേളന്നൂർ, കക്കോടി, കാക്കൂർ, കുരുവട്ടൂർ, നന്മണ്ട, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷന്റെ എലത്തൂരിലെ മേഖലാ ഓഫീസുകളിലും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, ഭൂമി തരം മാറ്റൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ അദാലത്തിൽ പരിഗണിക്കില്ല. ഒരു അപേക്ഷയിൽ ഒന്നിൽ കൂടുതൽ പരാതികൾ ഉൾപ്പെടുത്തരുത്. യോഗത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CM ഷാജി, PP നൌഷീർ, KT പ്രമീള, A സരിത, കൃഷ്ണവേണി മാണിക്കോത്ത്, കോർപ്പറേഷൻ കൗൺസിലർമാരായ VP മനോജ്, SM തുഷാര, ADMP സുരേഷ്, PT പ്രസാദ്, PK സുരേഷ്, GL വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു.